ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നില്ല, ഒന്ന് രണ്ട് ആൾക്കാർക്ക് വരാൻ പറ്റാത്തവരുണ്ട്, എന്നാലും വരാൻ കഴിയുന്നൊരു മാക്സിമം ഞങ്ങൾ കൂടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കോഡൂരാണ് ഈ വീട് വരുന്നത്. അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് സാജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചാണ് ഒരു വണ്ടിയിൽ 6 ആളാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസകരമായ സംസാരവും കാര്യങ്ങളും കളി ചിരിയൊക്കെ ആയിട്ട് ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 9:30 പോകാൻ വിചാരിച്ച ഞങ്ങൾ പോയത് 11 മണിക്കാണ് കേട്ടോ. ഓരോ കോട്ടയ്ക്കിൽ ഓരോ ഷോപ്പിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റായി. പിന്നെ സാജി നല്ലോണം ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആ ഒരു സ്പോട്ടിൽ അവൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 11:45 ഞങ്ങൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഞങ്ങൾ കൂടണം, ഹൗസ് വാമിങ്ങിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അതിന് വേറൊരു ദിവസം ഫ്രീ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് കൂടാൻ നമുക്ക് ഭയങ്കര എന്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. എല്ലാവരും കൂടണം, സംസാരിക്കണം, അതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്സും. പൂർണ്ണ വഴിയിൽ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പുളിയച്ചാറൊക്കെ, അതൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചതിന് ശേഷം പുതിയ വീടാണല്ലോ, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അവളെ കിച്ചണാണ് കേട്ടോ. കിച്ചണൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ വീട്ടിലുണ്ട്, പക്ഷെ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, ഉണ്ടായതും കണ്ടിട്ടില്ല. എന്താ ഇതെങ്ങനെ കഴിക്കാ? ഇതെങ്ങനെ കഴിക്കാ? മൊത്തത്തിൽ നിന്ന് കഴുകിയിട്ടില്ലല്ലോ. പാട തട്ടണം. അങ്ങനെതാ ഒന്ന് ഫ്രീ ആയതിന് ശേഷം എല്ലാവരും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്, റീലെടുക്കുന്നുണ്ട്. അങ്ങനെ വീടൊക്കെ ഒന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മുകളിലെ നിലയിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് ഞങ്ങൾ റീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുമ്പോൾ പിന്നെ അങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ അങ്ങനെ എല്ലാം ഒരുമിച്ചൊക്കെ അങ്ങനെ എടുക്കും, ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട്. അത് രസമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ. അപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന സമയം. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള. അപ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഡിങ്ങൊക്കെ സെറ്റാക്കി കണ്ടിട്ടാണ് ജെസ്സിന്റെ സ്പെഷ്യൽ അച്ചാറുണ്ട്. ജെസ്സിന്റെ സോറി, നൂറിന്റെ സ്പെഷ്യൽ അച്ചാറുണ്ട്. മന്തിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളെ സ്പെഷ്യൽ അച്ചാറും ഉണ്ട്. അങ്ങനെ നമ്മൾ ടേബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുഡിങ് എടുത്തിട്ടുണ്ട്. സാജിയാണ് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പുഡിങ് ഇങ്ങനെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് പുഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മക്കൾ 4:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും. അപ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം എന്നുള്ള ലെവലിൽ ഒരു 3-3:15 ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവളെ തൊട്ടടുത്ത് തറവാട് വീടുണ്ട്. തറവാട് വീട്ടിൽ കയറി ഉമ്മാനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളെ വീടിന് ചാരിയിട്ട് ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു പാലുണ്ട്. നല്ലൊരു
നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഒരു പുത്തൂർപ്പാടൊക്കെ ഇവിടുത്തെ പുത്തൂർപ്പാടൊക്കെ പോലെ അങ്ങനെ ഒരു വൈബ് ഉണ്ടായി ഇവിടെ. അപ്പോൾ ഫൈനലി ഞങ്ങൾ പോവാണ് തിരിച്ച് വീട്ടിലേക്ക്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് കൂടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ